മുമ്പ് 8 വർഷം മുമ്പുള്ള സ്റ്റാഫ് ഓരോന്ന് കമന്റ് ഇട്ടെന്നാ പറഞ്ഞു. കമന്റ് ഇട്ടത് കാരണം ഞാൻ മോശക്കാരിയാണ്. അതെന്തായിരിക്കും 8 വർഷം മുമ്പുള്ള സ്റ്റാഫ് ഇപ്പൊ വന്ന് ഞാൻ പറയാം, ഈ ഓൺലൈൻ വിഷയങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പൊ ഈ 3 വർഷമായിട്ടുള്ളത് പറയാം. ഈ 8 വർഷം മുമ്പുള്ള സ്റ്റാഫ് വന്നിട്ട് അവര് എന്തായാലും കാലം നോക്കി കഴിഞ്ഞു പിന്നീട് എന്നോട് ജോലി ചോദിക്കും. അപ്പൊ എനിക്ക് പോയവരെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പോയ ഒരു സ്റ്റാഫിനെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ അവർക്ക് നോർമലി എന്നോട് ദേഷ്യമാവും. അത് പിന്നെ ഞാൻ ഒരു ദിവസം കൊണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കുമല്ലോ, ഓരോ ദിവസം ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മറ്റൊരിടത്ത് പോകുമ്പോൾ ഈ ഫ്രീഡോ ഈ സാലറിയും കിട്ടുന്നില്ല. ഒലിവിയ ഡിസൈൻസിന്റെ ഓണറിന്റെ ഇന്റർവ്യൂവിൽ ആങ്കർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 8 വർഷം മുമ്പുള്ള പെൺകുട്ടി വരെ ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇടാനെ കൊണ്ടുള്ള കാരണം എന്താണെന്ന്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്തെന്നാലും കൊണ്ട് ആ പെൺകുട്ടി അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് പോയ ശേഷം രണ്ടാമതെയും വിളിച്ച് ജോലി ചോദിച്ചു. അപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ പെൺകുട്ടി ദേഷ്യപ്പെട്ട് അങ്ങനൊരു കമൻറ്റ് ഇട്ടയാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നാലും കൊണ്ട് ആ പെൺകുട്ടി അവിടെ നേരത്തെ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി സാലറിയുടെ പ്രശ്നം മുഖാന്തരം തന്നെ അവിടുന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇറങ്ങിക്കഴിഞ്ഞ് മറ്റൊരു ഷോപ്പിൽ ജോലി ചെയ്യുകയും അവിടെ എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ സാലറി പ്രശ്നമോ ഒന്നും കൊണ്ടല്ല, ടൈമിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് ആ ഷോപ്പ് നിന്ന് ഇറങ്ങേണ്ടി വന്നപ്പോൾ ആ പെൺകുട്ടി രണ്ടാമതൊരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ഈ ഒലിവിയ ഡിസൈൻസ് ആയിരുന്നു. അങ്ങനെ ഒലിവിയ ഡിസൈൻസിൽ വീണ്ടും ആ പെൺകുട്ടി വിളിച്ച് ജോലിയുടെ കാര്യം തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് ഒരു പ്രശ്നമില്ല, നീ ഇവിടെ ജോലിക്ക് വന്നു, നിന്നെ ഞങ്ങൾ സൂപ്പർവൈസർ ആക്കാം. കാരണം എന്തെന്നാൽ കൊണ്ട് ഇപ്പം നിൽക്കുന്ന സ്റ്റാഫുകൾക്കെല്ലാം വളരെ എക്സ്പീരിയൻസ് കുറവാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള നീ വന്നു കഴിഞ്ഞാൽ കൊണ്ട് നിനക്ക് കമ്മീഷനും തരാം, 10,000 രൂപ സാലറി കൂട്ടിയും തരാം, അതുപോലെ നിന്നെ ഇവിടുത്തെ സൂപ്പർവൈസറും ആക്കാമെന്ന്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഇതുപോലെ അവിടെ കിടക്കുന്ന ഓൾഡ് സ്റ്റോക്ക്, അതായത് ആ പെൺകുട്ടി നിന്ന സമയം മുതലുള്ള സ്റ്റോക്കുകൾ ചുരിദാറും കുർത്തീസും കിടക്കുന്ന വിലയ്ക്ക് വിറ്റ് കൊടുത്താൽ കൊണ്ടാണ് കമ്മീഷനും ഈ പറയുന്ന സാലറിയും കിട്ടുകയുള്ളെന്ന്. അപ്പം അത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ പെൺകുട്ടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഒറ്റ ദിവസം മാത്രം അവിടെ ജോലി ചെയ്തിട്ട് വീണ്ടും അവിടുന്ന് ഇറങ്ങി മുമ്പ് പൊയ്ക്കൊണ്ടിരുന്ന ഷോപ്പിൽ തന്നെ പോവുകയും ചെയ്തിരുന്നു. ഇതാണ് അവിടെ സത്യത്തിൽ സംഭവിച്ചത്. ആ പെൺകുട്ടി ജോലിക്ക് അവിടെ പോയിട്ടുണ്ട്, ഒരു ദിവസം ജോലിക്ക് അവിടെ പോയിട്ടുണ്ട്. അല്ലാതെ അവർ പറയുന്നത് കൂട്ട് അവിടെ തിരിച്ച് ജോലിക്ക് വേണ്ടി വിളിച്ചപ്പം അവിടെ ജോലി ഇല്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. അവിടേക്ക് തന്നെ തിരിച്ച് ചെന്നേക്കാനാണ് പറഞ്ഞത്. അവർ ഇതുപോലെ സൂപ്പർവൈസർ ജോലി വാഗ്ദാനവും നൽകിയിട്ടുണ്ടായിരുന്നു. ഇതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്. ഹായ് ഫ്രണ്ട്സ്, റിജൂസ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല, സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഒരു വിഷയം ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു വിഷയം ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എന്താണല്ലേ. അപ്പോൾ നമ്മുടെ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചുള്ള ഒരു ചർച്ചകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അടൂർ തന്നെയുള്ളവർ ഒരു സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് പല വാർത്തകൾ വരുന്നു. അവരുടെ ബിസിനസ്സിനെ തളർത്താൻ വേണ്ടിയിട്ടുള്ള ഫേക്ക് ന്യൂസസ് ആണെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നു. പലരും സംസാരിക്കുന്നു ചിലപ്പോൾ അവരുടെ ബിസിനസ്സിനെ തളർത്താൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. അല്ലാതെ അതിൻ്റെ ശരിയായ വശങ്ങൾ തിരക്കിയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തറിയാവുന്ന അവിടെ സ്റ്റാഫായിട്ടൊക്കെ പോയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലാതെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ അടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് കണ്ണൂർ, കോഴിക്കോട് ഇത്രയും ദൂരെയൊക്കെ ഇരുന്നിട്ട് എന്താണെന്ന് കറക്റ്റ് പോലും അറിയാതെ കണ്ട് സംസാരിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അവർ ഒലിവിയയുടെ ഓണർ പറയുന്നത് പോലെ റീച്ചിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയാതെ അവരുടെ ബിസിനസ്സിനെ തളർത്താൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കാം ഏത് രീതിയിലാണെങ്കിലും സംസാരിക്കുന്നവരുണ്ട്. അല്ലാതെ നല്ല രീതിയിലും ചീത്ത രീതിയിലുമായിട്ട് പല രീതിയിലുള്ള ചർച്ചകൾ നടന്നു വരുന്ന ഈ ഒരു സമയത്ത് 2 വാക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു ചർച്ച വരുന്നതിന് മുമ്പേ തന്നെ ഇവരുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവരെങ്ങനെയാണ് ഇത്രയും വലിയൊരു സാലറിയിൽ ആൾക്കാരെ എടുക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എങ്ങനെ അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും എന്നൊക്കെ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ജോലിക്ക് അവിടെ ശ്രമിച്ച സമയത്ത് ഇതുപോലെ ഒരനുഭവം ഉണ്ടായി. അവർ ഏജ് 30+ ആണെന്ന് പറഞ്ഞിട്ട് അവർ തള്ളിക്കളഞ്ഞു. 28 വരെ 28 പിന്നെ 28 വയസ്സ് വരെയുള്ളവരെ മാത്രമേ അവിടെ ജോലിക്ക് എടുക്കുകയുള്ളൂ. അതുപോലെ നല്ല സൗന്ദര്യമോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരെ, കറുത്തവരെയോ അല്ലെങ്കിൽ കളർ കുറഞ്ഞവരെയോ ഒന്നും അവിടെ എടുക്കില്ല. അങ്ങനെയുള്ളൊരു വിവരം നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 30 വയസ്സായിട്ട് പോലും അവർ സമ്മതിച്ചില്ല അവിടെ ജോലിക്ക് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ക്യാൻറ്റീനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് ജോലികൾക്കാണെങ്കിൽ പരിഗണിക്കാമെന്നുള്ള ഒരു രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ അതോടുകൂടി അത് വിട്ടു പോവുമായിരുന്നു ആ കുട്ടി. അതുപോലെ
ഇവരുടെ ഫുഡിൻ്റെയും റീൽസുകളൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര എന്താ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രയും ഐറ്റംസൊക്കെ കൂട്ടി ഫ്രീ ഫുഡ്, അക്കോമഡേഷൻ, അപ്പം ഓണർ കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു, റീൽസ് ചെയ്യുന്നു, കല്യാണ സ്ഥലങ്ങളിൽ പോകുന്നു. അതുപോലെ ഈ കുട്ടികളെ കൊണ്ട് അഷ്ടമി രോഹിണിയോ അല്ലെങ്കിൽ ആഗസ്റ്റ് 15 അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് റോഡ് ഷോകൾക്ക് പോകുന്നു. ഞാനിങ്ങനെ ആലോചിക്കും, എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെ സമ്മതിക്കുമോ? ഈ പിന്നെ ജോലിക്ക് പോകുന്നിടത്തുനിന്ന് അവർ റോഡ് ഷോകൾക്ക് കൊണ്ടുപോകുന്നു. അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എന്നാൽ അവരുടെ പുറകിലെ കുറേ ആൾക്കാരെ റീൽസിന് വേണ്ടി മാത്രമായിട്ട് കൊണ്ടുപോകുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്ന സമയത്താണ് ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന ആ കുട്ടിയുടെ പേജിൽ നിന്ന് ഇങ്ങനൊരു ഇഷ്യൂ വന്ന സമയത്താണ് നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് തന്നെ. ഇപ്പോൾ എൻ്റെ ഒരു അനിയത്തി അവിടെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് നേരത്തെ ഷോപ്പുള്ള, ഓൺലൈനല്ല, നേരത്തെ ഷോപ്പുള്ള സമയത്ത് അവിടെ ജോലിക്ക് പോയിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് അവരുടെ ഫാമിലിയിലെ കാര്യങ്ങൾ വരെ, അതായത് ജോലിക്ക് പോകുന്ന കുട്ടികളെ കൊണ്ട് അവരുടെ ഫാമിലിയിലെ അവരുടെ വീട്ടിലെ ജോലി വരെ ചെയ്യിപ്പിക്കുകയും അവരുടെ മകന് വേണ്ടിയിട്ട് മകൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ കൂട്ടിയിരുത്താൻ കൊണ്ടുപോയി ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവിടെ ഒരു കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു എന്നാണ് ആ കുട്ടി പിന്നീട് നമ്മളോട് പറഞ്ഞത്. പിന്നീട് ആ കുട്ടിയുടെ ഇന്നത്തെ അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഇവരുടെ ഓണർ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ഈ കുട്ടി അവിടുന്ന് റിസൈൻ ചെയ്ത് പോയ ശേഷം പിന്നീട് ജോലി ചോദിച്ചവിടെ ചെന്നു. അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെ റിസൈൻ ചെയ്ത് പോയ ഒരാളെ തിരിച്ചെടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളവരെ എടുത്തില്ല. അതിൻ്റെ ദേഷ്യത്തിന് വേണ്ടിയിട്ട് അവർ ഓരോ കമൻറ്റുകളൊക്കെ ഇടുന്നു എന്നൊക്കെ അവർ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. പക്ഷെ അങ്ങനെയല്ല. ആ കുട്ടി 1 വർഷത്തിന് ശേഷം മറ്റൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയതിന് ശേഷം അവിടെ തിരിച്ചു ചെല്ലുകയാണ് ഉണ്ടായത്. അതിൻ്റെ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ വോയിസ് ക്ലിപ്പ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ആ കുട്ടി വേറൊരു സ്ഥലത്ത് ഇവരുടെ ആ ഒരു മനുഷ്യത്വരഹിതമായ പെരുമാറ്റം കാരണവും ശമ്പളക്കുറവ് കാരണം എല്ലാം അവിടുന്ന് വേറൊരു സ്ഥാപനത്തിലേക്ക് പോയ കുട്ടി അച്ഛൻ പോലും ഇല്ലാത്ത കുട്ടിയാണ്. അപ്പം ഒരു 5000 രൂപയാണെങ്കിലും കിട്ടുമ്പോൾ അത് വേണ്ടാന്ന് വെച്ചാൽ പോരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള കുട്ടിയായിരുന്നില്ല. ആ സമയത്ത് മറ്റു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അല്പം താമസിച്ച് വീട്ടിൽ വരാൻ രാത്രിയിൽ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇവിടെ വീണ്ടും ഒന്ന് അന്വേഷിച്ചു. ഒന്നുമല്ല, നമ്മുടെ പരിസരവാസികളുടെ ഒരു സ്ഥാപനമാണല്ലോ, അടൂർ തന്നെ ഉള്ള ഒരു സ്ഥാപനമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഇവിടെ ജോയിൻ ചെയ്തോട്ടെ, എനിക്ക് സാലറി കൂട്ടിത്തരണം. 8000 രൂപ സാലറി പറഞ്ഞിട്ട് 3000 രൂപ വരെ കൊടുത്തിട്ടുള്ള ഒരു അനുഭവം ആ കുട്ടിക്കുണ്ട്. അപ്പോൾ സാലറിയൊക്കെ കൂട്ടിത്തന്നാൽ ഞാൻ അവിടുന്ന് ഇവിടെ ജോയിൻ ചെയ്തോട്ടെന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഓണർ പറഞ്ഞത്, ജോയിൻ ചെയ്തോളൂ, കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരും ഇപ്പോൾ ഇവിടെ ഇല്ല, നീ ഇപ്പോൾ ഇവിടെ ചേർന്നുകൊണ്ട് നിന്നെ ഞങ്ങൾ സൂപ്പർവൈസറാക്കാം. അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ വിറ്റ് അതിൻ്റെ കമ്മീഷനും തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയോടെ വീണ്ടും ജോലിക്ക് കയറുകയാണ് ഉണ്ടായത്. പക്ഷേ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞത് ജോലിക്ക് എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, റിസൈൻ ചെയ്ത് പോയ ഒരാളെ ജോലിക്ക് എടുക്കാത്തത് കാരണമാണ് ആ കുട്ടി കമൻറ്റ് ചെയ്തതെന്ന്, ബാഡ് കമൻറ്റുകളൊക്കെ ചെയ്തതെന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഇവർ ഈ കുട്ടിയെ വീണ്ടും തിരിച്ച് ജോലിക്കെടുത്തതിന് ശേഷം പറഞ്ഞു, ഒരുപാട് കെട്ടിക്കിടക്കുന്ന തുണികൾ, അതായത് വർഷങ്ങളായിട്ട് പോകാത്ത കുറേ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വിറ്റ് തരുമ്പോൾ നിനക്ക് കമ്മീഷൻ തരികയും ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സാധനങ്ങളൊന്നും വിറ്റ് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, ആൾക്കാരും കയറുന്നില്ല. ആ ഒരു അവസ്ഥയായപ്പോൾ ആ കുട്ടി വീണ്ടും അവിടുന്ന് ജോലി ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ശമ്പളമായിട്ടൊന്നും കൊടുക്കുകയില്ല. അപ്പം ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ, കമ്മീഷൻ ഇത് വിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡാമേജ്ഡ് ആയിട്ടുള്ള തുണികളും കാര്യങ്ങളും ഒക്കെയാണ്, അപ്പോൾ അതൊക്കെ വിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലി തരാം എന്നുള്ള രീതിയിലാണ് അവർ, ശമ്പളം തരാം എന്നുള്ള രീതിയിലാണ് കുട്ടിയെ അവിടെ കയറ്റിയത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അവിടുന്ന് വിട്ടുപോരുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് സംഭവം. അവർ മുഖത്തും നോക്കി ഇന്നൊരു ഇൻ്റർവ്യൂ ചെയ്യുന്ന അൽത്താഫ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയോട് ഇതുപോലെ ഒരു സംശയമില്ലാതെ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ കുട്ടി ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർ പക്ഷെ പ്രതികരിക്കാത്തതെന്ന് പറയുന്നത് പല കാര്യങ്ങൾ കാണും. കാരണം ഇതിൻ്റെ പുറകെ പോകാനൊന്നും എല്ലാവർക്കും അതിൻ്റെ പുറകെ പ്രതികരിച്ച് പോകാനൊന്നും പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ എങ്കിലും ആ കുട്ടി ഒരു 7-8 വർഷത്തിന് മുമ്പേ ജോലി ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ അനുഭവങ്ങളൊക്കെ കമൻ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതവർ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടല്ലേ അത്രയും പ്രതികരിച്ചത്. അപ്പോൾ എന്താണെങ്കിലും കള്ളത്തരം മാത്രമാണ് അവർ പറയുന്നതെന്ന് അവരുടെ ആ ഒരു വീഡിയോസിൽ നിന്നൊക്കെ അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അവരുടെ ഹസ്ബൻഡ് കുട്ടികളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നതാണെങ്കിലും, ജോലിക്ക് ചെല്ലുന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നതാണെങ്കിലും, അല്ലാതെ ഇപ്പോഴത്തെ കാലത്തും ഈ നീതിയും നിയമവും ഒക്കെ ഉള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പോലുള്ളൊരു രാജ്യത്ത്, കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഇപ്പോഴും ഇങ്ങനെ ജോലിക്കാരെ അടിമകളായിട്ട് കാണുന്ന, അല്ലെങ്കിൽ എന്തും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിർത്താമെന്ന് വിചാരിക്കുന്ന കുറേ മുതലാളിമാർ ഉണ്ടല്ലോ എന്നാലോചിക്കുമ്പോഴാണ് വിഷമം. ഇതിനെതിരെ നിയമം വശങ്ങളുണ്ട്, എല്ലാമുണ്ട്. അവർ പറയുന്നത് മറ്റ് സ്ഥാപനങ്ങൾ അവരെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. മറ്റ് സ്ഥാപനങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് യൂട്യൂബേഴ്സിനെയൊക്കെ സ്വാധീനിച്ച് തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ അത് എത്രമാത്രം വിശ്വസനീയമാണെന്ന് അവരുടെ ആ ഒരു ഇൻ്റർവ്യൂ ഒന്ന് നന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അവർ പറയുന്നതെന്നുള്ള മനസ്സിലാവും. പക്ഷേ ഒരുപാട് സ്ഥാപനങ്ങൾ, ഓൺലൈൻ സ്ഥാപനങ്ങൾ ഇതുപോലെ നടത്തുന്നുണ്ടല്ലോ. പക്ഷേ ഇവരുടെ ഓവറായിട്ടുള്ള എന്താ പറയുന്നത്, റീൽസുകളിലൂടെ ഓവറായിട്ട് ഞങ്ങൾ ഫ്രണ്ട്ലിയാണ്, അല്ലെങ്കിൽ ജോലിക്കാരോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്നവരാണെന്ന് കാണിക്കാൻ വേണ്ടി റീൽസ് എടുക്കുന്ന പെൺകുട്ടികളുടെ മുഖത്തൊരു സന്തോഷം ഒന്നുമില്ല. അവർ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് അവരുടെ മുഖത്ത് ആ സന്തോഷമൊന്നും കാണാറില്ല. ഇവർ പറയുന്ന പോലുള്ള ഒരു സന്തോഷമൊന്നും കാണാറില്ല. മിക്കവാറും ഇവരെ ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ട് ഈ കഴിച്ച ഫുഡിൻ്റെ പൈസ അവർ ഈടാക്കുന്നു എന്നാണ് ചില കുട്ടികൾ വീഡിയോസിൽ അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പിലൊക്കെ ഞാൻ കേട്ടു. അവരുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കിയിട്ടാണ് ഈ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വാഴയില വെട്ടി കപ്പ, പുഴുങ്ങിയ കപ്പയും ചിക്കനും ഒക്കെ കഴിക്കുന്നവരും എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്ന കഴിക്കുന്ന. അതൊരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടി പൈസ എടുത്തിട്ടാണ് ആ ചിക്കനും കപ്പയൊക്കെ വാങ്ങിച്ചതെന്ന്. പക്ഷേ അവർ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഈ ഒരു വിഷയം ഇങ്ങനെ പൊങ്ങി വന്ന സ്ഥിതിക്ക് അവരുടെ ഒരു ബിസിനസ്സിനെ തളർത്തുക എന്നുള്ളതല്ല, അത്രയും ഒരു ബിസിനസ് കെട്ടിപ്പടുത്തി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ്. അത്രയൊരു ബിസിനസ് ഈ ഒരു നിലയിലാക്കുക എന്ന് പറയുന്നത് ശരിയാണ്, ഒരുപാട് കഷ്ടപ്പാടെടുത്ത് അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കാം. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റാഫുകളായിരിക്കാം അവരുടെ വിജയത്തിൻ്റെ പിന്നിലെന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാഫിനെ പരിഗണിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വളരെ അവരെ ഭീഷണിപ്പെടുത്തി. ഇവർ ഈ 500 പേരെ വീതം ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമുണ്ട്, എല്ലാ ശനിയാഴ്ചയും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ശനിയാഴ്ചയും ഇൻ്റർവ്യൂ എടുത്ത ആളെ എടുക്കാൻ മാത്രമുള്ള ഒരു 10,000, 1000, 2000 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമൊന്നും അല്ലല്ലോ ഇത്. അപ്പം നമുക്ക് ആ ഒരു അവരുടെ ഒരു ആഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 500 പേരെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് 7 8 പേരെ മാത്രം സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വയനാട്, കണ്ണൂർ, കോഴിക്കോട് ഒക്കെ ഉള്ള ആ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരികയാണെങ്കിൽ കാശ് ചിലവാക്കി ചിലപ്പോൾ 2 ദിവസം നിൽക്കത്തക്ക വിധമുള്ള രീതികളിലൊക്കെ ആയിരിക്കും വരുന്നത്. ഇവർക്ക് 4 5 പേരെ മതിയെങ്കിൽ അത്രയും പേരെ മാത്രം, അല്ലെങ്കിൽ 10 20 പേരെ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ പോരെ. അത് 500 പേരെയൊക്കെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് 7 8 പേരെയൊക്കെ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആക്കുക എന്ന് പറയുന്നത് എന്ത് കഷ്ടമാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന ആ ഒരു ഇതിൽ അവരുടെ ഹസ്ബൻഡ്, അതിൻ്റെ ഓണർ പറയുന്നുണ്ട്, 1 2 കുട്ടികൾ ഇവരൊരു വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഇവരുടെ ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഇവർക്ക് എന്തോ ഓണത്തിന് ചിപ്സ് വാങ്ങിച്ചു കൊടുത്തില്ല. സാറിനൊരു 50 രൂപയുടെ ചിപ്സ് വാങ്ങിച്ചു കൊടുത്താൽ നീ എന്താ മുടിഞ്ഞു പോകുമോ? അപ്പോൾ എന്തുകൊണ്ട് ചിപ്സ് വാങ്ങിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളെ വഴക്ക് പറയുന്നതൊക്കെ വോയിസ് ക്ലിപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ബിസിനസ്സിനെ ബാധിക്കുന്ന രീതിയിലല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അവർക്ക് പറയുന്ന ശമ്പളത്തിൻ്റെ പകുതി പോലും കൊടുക്കാതെ കഷ്ടപ്പെടുത്തി ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞ് കാശ് ഒരുപാട് പറ്റിച്ചെടുക്കുക എന്ന് പറയുന്നത്, ഒരു വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കുമല്ലോ ഈ കുട്ടികളൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് ഇത്രയും വീടും നാടും വിട്ട് ഒരു സ്ഥാപനത്തിൽ വന്ന് ജോലി ചെയ്യുന്നത്. അപ്പം അതിന് ഒരു തീരുമാനമുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാക്കി ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇല്ലാതാക്കുക എന്നുള്ളതല്ലല്ലോ ഇതുകൊണ്ടുള്ളൊരു. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു 100 200ഓളം സ്റ്റാഫിനെ വെച്ചൊരു സംരംഭം തുടങ്ങുന്നത് ഇല്ലാതാക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള
ബുദ്ധിമുട്ട് അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കമൻസ് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ അതല്ല, ഒരു സ്ഥാപനം നടത്തി വരുമ്പോഴത്തേക്ക് ഒരു നിയമങ്ങളും നിയമവശങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് തൊഴിലാളികൾക്ക് അവർ അംഗീകരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതും അതിൻ്റെ ഓണേഴ്സിൻ്റെ കടമയല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നല്ലൊരു തീരുമാനം അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തുനിന്നാണ്. അവരെ അധികാരികളെയൊക്കെ വശത്താക്കുന്നു, കൈക്കൂലി കൊടുത്ത് ഒതുക്കുന്നു എന്നൊക്കെയാണ് പല കേസുകളിലും പറയുന്നത്. ഒരു കുട്ടിയെ ഉപദ്രവിച്ച കേസിലും അവിടെ ജോലിക്ക് വന്ന ഒരു കുട്ടിയെ ഉപദ്രവിച്ച കേസിലുമൊക്കെ അവർ പറയുന്നത് അധികാരികൾക്ക് കൈക്കൂലി കൊടുത്തിട്ട് അവരെ വശത്താക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലല്ലാതെ നല്ല രീതിയിൽ ഒരു അന്വേഷണമൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ ആ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു സ്ഥാപനം പെട്ടെന്ന് നശിച്ചു പോകത്തക്ക രീതിയിലാവരുതെന്ന് എന്നും ആഗ്രഹമുണ്ട്. അതുപോലെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാകട്ടെ. അവരുടെ ആ ഒരു അഹങ്കാരവും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ അവരുടെ ഒരു അഹങ്കാര രീതിയിലുള്ള സംസാരം ഒരു ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും അവരുടെ ആണെങ്കിലും ഭാഗത്തു നിന്നുണ്ടാകുന്ന കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതുപോലെ നിറത്തെ വെച്ചിട്ട് അതുപോലെ ജാതിയെ വെച്ചിട്ട് ഒക്കെയുള്ള അവരുടെ ആ ഒരു ഇടപെടലുകളൊക്കെ വളരെയധികം വിമർശിക്കപ്പെടേണ്ടതാണ്. അതൊക്കെ ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ഇടപെടലൊക്കെ ഇപ്പോഴും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ വോയിസ് ക്ലിപ്പ് ഞാൻ ഇതോടെ ഇട്ടിട്ടുണ്ട്. കാരണം ഈ ജോലി ചെയ്ത കുട്ടിയുടെ ഇതുപോലെ അവിടെ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന കുറേ കുട്ടികളുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്താണെങ്കിലും ഇതിൻ്റെ ബാക്കി എന്താണ് അറിയുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നോക്കാം നെക്സ്റ്റ് വരുന്നത് എന്താണ്. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ പറയുന്നതെല്ലാം ഒന്നും നമ്മൾ പറയാനൊന്നും പറ്റില്ല. അവരുടെ പേരൊക്കെ പറയേണ്ടി വരും. അതൊക്കെ വളരെ അവർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.